അന്ന ഭാഗം 26. കഥയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത നോട്ടിഫിക്കേഷൻസ് എല്ലാം ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. കൂടാതെ കഥ ഇഷ്ടമായാൽ നിങ്ങളുടെ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. അന്നയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഫെലിക്സ് നോട്ടമെറിയുകയും തൊട്ടരികിലായി നിൽക്കുന്ന അഞ്ജലിയെ അവൾ കാണാനായി ചേർത്ത് പിടിക്കുകയും വശ്യമായി നോക്കി ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടെ അവൻ്റെ മുഖത്തേക്ക് അഞ്ജലിയും തൻ്റെ മുഖം ചേർത്തടുപ്പിക്കുന്നുണ്ട്. എന്നാൽ അവരുടെ ചെയ്തികളിലൊന്നിലും അന്നയിൽ യാതൊരുവിധ ഭാവമാറ്റവും സൃഷ്ടിക്കാനായില്ല. എന്താടി, ഇറച്ചിക്കടയുടെ മുന്നിൽ പട്ടികൾ വന്ന് നോക്കി നിൽക്കുന്ന പോലൊരു നിപ്പ്? ഫെലിക്സ് അന്നയുടെ നേരെ പരിഹാസത്തോടെ ചോദിച്ചു. ഇത്തരത്തിലുള്ള കുത്തുവാക്കുകൾ ഫെലിക്സിൽ നിന്നും അവൾ പ്രതീക്ഷിച്ചിരുന്നതിനാൽ അന്നയ്ക്ക് ആ വാക്കുകളിൽ വേദന തോന്നിയില്ല. അഞ്ജലി അവളെ വെറുപ്പോടെ നോക്കിക്കൊണ്ട് ഫെലിക്സിനരികിൽ നിന്നും മാറി തൊട്ടരികിലുള്ള കസേരയിലേക്ക് ഇരുന്നു. സാർ ക്യാബിനിലേക്ക് എന്നെ വിളിച്ചിരുന്നു ഇപ്പോൾ, അന്ന സൗമ്യമായി പറഞ്ഞു. ഫെലിക്സ് മറുപടിയൊന്നും പറയാതെ അന്നയെ രൂക്ഷമായി നോക്കിക്കൊണ്ട് കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അന്നയ്ക്കരികിലേക്ക് നടന്നു വന്നു. അവൾ കുറച്ച് പിന്നിലേക്ക് ചുവടുവെച്ചു. ഫെലിക്സ് അവളെ അറപ്പോടെ നോക്കിക്കൊണ്ട് തിരിഞ്ഞു മേശയിലിരുന്ന ഫയലെടുത്ത് അന്നയ്ക്ക് നേരെ നീട്ടി. റെസിഡൻസ് ഒയാസിസ് ഗ്രൂപ്പിൻ്റെ 1 കോടി ബഡ്ജറ്റിലുള്ള വിവിധ രീതികളിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന 5 വില്ലകൾ. ഈ ഫയലിൻ്റെ ഉള്ളിലുള്ള ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് അതിൻ്റെ ഡിസൈൻസ് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എനിക്ക് കിട്ടണം. ഒരാജ്ഞ പോലെ അവൻ പറഞ്ഞു നിർത്തി. അന്ന ഫെലിക്സിൻ്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ടുകൊണ്ട് ഫയൽ വാങ്ങാൻ കൈനീട്ടി. പെട്ടെന്ന് കയ്യിലിരുന്ന ഫയല് ഫെലിക്സ് വാതിലിനരികിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് അന്നയെ പരിഹാസത്തോടെ നോക്കി. എൻ്റെ വീട്ടിലെ പട്ടികൾക്ക് ഞാൻ നിലത്തേക്ക് ആഹാരം ഇട്ട് കൊടുക്കാറ്. അതുകൊണ്ട് നീ ആ ഫയലേ അവിടുന്ന് എടുത്തുകൊണ്ട് പോയാൽ മതി. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ തിരികെ കസേരയിലേക്ക് പോയിരുന്നു. ഫെലിക്സ് വാക്കുകൾ കൊണ്ട് അവളുടെ മുറിവേറ്റ ഹൃദയത്തെ വീണ്ടും വീണ്ടും നോവിക്കുകയായിരുന്നു. അഞ്ജലി അന്നയെ നോക്കി ചിരിച്ചു. ഫെലിക്സിൻ്റെ വാക്കുകൾ തന്ന വേദന മുഖത്ത് വരുത്താതെ അവൾ വാതിലിനരികിലേക്ക് നടന്ന് കുനിഞ്ഞ് ഫയലെടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി. അവളെ മനഃപൂർവ്വം കഷ്ടപ്പെടുത്താൻ വേണ്ടിയായിരുന്നു. ഒരു ദിവസം കൊണ്ട് തീർക്കാൻ കഴിയാത്ത ജോലി കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് തീർക്കാൻ ഏൽപ്പിച്ചത്. ആ കാര്യം അന്നക്ക് ബോധ്യപ്പെട്ടുവെങ്കിലും അവൾ അനുഭവിക്കുന്ന അസഹ്യമായ തലവേദനയും മറന്നുകൊണ്ട് അവൾ കഴിയുന്നതും വേഗം ആ ജോലി തീർക്കാൻ ശ്രമിച്ചു. ഓഫീസ് സമയം ഏതാണ്ട് കഴിയാറായിട്ടും അന്നയ്ക്ക് ഫെലിക്സ് ഏൽപ്പിച്ച് ജോലി ചെയ്തു തീർക്കാനായില്ല. ഡയാന കൂടി ഇരുന്ന് കുറേ സഹായിച്ചെങ്കിലും അവൾക്ക് ചില ആവശ്യങ്ങളുണ്ടായിരുന്നതിനാൽ നേരത്തെ ഇറങ്ങി. കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിലേക്ക് ഇടവേളകളില്ലാതെ നോക്കിയിരുന്നതിനാൽ അന്നയിൽ ശാരീരികമായി കുറച്ച് മുൻപ് വരെ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ കൂടി വന്നു. ഓഫീസിലെ ഒട്ടുമിക്ക സ്റ്റാഫുകളെല്ലാം പോയി. ഫെലിക്സ് ഇടയ്ക്ക് ക്യാബിനിൽ നിന്നിറങ്ങി പുറത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അന്ന അവളാൽ ആകുന്ന വിധം തയ്യാറാക്കിയ ചില നല്ല ഡിസൈനുകൾ പ്രിൻ്റ് എടുത്ത ശേഷം ആശ്വാസത്തോടെ ഫെലിക്സിൻ്റെ ക്യാബിനരികിലേക്ക് നടന്നു. ആരോടോ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്ന് ഫെലിക്സ് അന്നയെ അവഗണിച്ചുകൊണ്ട് സംസാരം തുടർന്നു. അന്ന ഇടയ്ക്കിടയ്ക്ക് ചുവരിൽ തൂക്കിയിട്ടിരിക്കുന്ന ക്ലോക്കിലേക്ക് നോക്കി. സമയം 6 മണിയായി. എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങിയാൽ മതിയെന്നായിരുന്നു അവളുടെ മനസ്സിൽ. അവൾ തീർത്തും അവശയായിരുന്നു. എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതിയെന്നുള്ള അവസ്ഥയിലായിരുന്നു അവൾ. അന്നയുടെ സാഹചര്യങ്ങളെ മുതലെടുത്തുകൊണ്ട് ഫെലിക്സ് ഫോൺ വിളിയിൽ മുഴുകിയിരുന്നു. അവൻ്റെ ഓരോ പ്രവൃത്തികളും തന്നെ ചൂഷണം ചെയ്യുകയാണെന്ന് അന്നയ്ക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അവസാനം അവൾ സഹികെട്ട് കൈകളിലിരുന്ന പേപ്പർ മേശയ്ക്ക് മുകളിലേക്ക് വെച്ച ശേഷം പുറത്തേക്കിറങ്ങി നടന്നു. ഡീ, നീ എവിടെ പോവാ? ഞാൻ പോകാൻ പറഞ്ഞോ നിന്നോട്? ഫെലിക്സ് ഉച്ചത്തിൽ അന്നയോട് ചോദിച്ചു. സാറ് ഫോണിൽ തിരക്കല്ലായിരുന്നോ? അതാ ഞാൻ. അന്ന മേശയ്ക്കരികിലേക്ക് തിരികെ നടന്നു. മേശയിലിരുന്ന പേപ്പർ എടുത്ത് ഫെലിക്സിന് മുന്നിലേക്ക് വെച്ചു. അവൻ അവളെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് ആ പേപ്പറുകൾ കയ്യിലെടുത്തു. പെട്ടെന്ന് അവൻ്റെ മുഖത്തെ ഭാവം മാറുന്നത് അന്ന തിരിച്ചറിഞ്ഞു. പെട്ടെന്ന് അവൻ്റെ കൈകളിലിരുന്ന പേപ്പർ 4 കീറി അവൾക്ക് മുന്നിലേക്ക് എറിഞ്ഞു. അവൻ്റെ പ്രവൃത്തികൾ കണ്ട് അന്ന ഒന്ന് ഞെട്ടി. ഇതൊന്നും കാണാതെ ഇട്ടെറിഞ്ഞ് പുറത്തേക്ക് പോകാൻ അന്നയുടെ മനസ്സ് വെമ്പൽ കൊണ്ടു. ആണുങ്ങളുടെ കൂടെ ആടിക്കൊഴയാനല്ലാതെ പറഞ്ഞ പണി നേരെ ചെയ്യാൻ അറിയില്ലല്ലേ? നിന്റെ അപ്പന് വേണ്ടി ശവക്കുഴി തോണ്ടാനുള്ള പടം വരക്കാനല്ല ഞാൻ പറഞ്ഞത്. കോടികൾ എറിഞ്ഞുണ്ടാക്കിയ വില്ലകളാണ്.
വാക്കുകൾ ഉപയോഗിച്ച് അന്നയെ തളർത്താൻ ഫെലിക്സ് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്തേടി നിന്റെ പഴയ കാമുകൻ? അല്ലല്ലോ, ഭർത്താവ് മിലേഷ് യാദവ്. അവനെ ഉപേക്ഷിച്ചോ? അതോ നിനക്ക് വേണ്ടതൊന്നും അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയില്ലേ? ഇനി അതും അല്ല, അവനാണോ ഈ പണിക്കൊക്കെ നിനക്ക് വിളക്ക് പിടിക്കാൻ കൂടെ വരുന്നത്? പുച്ഛത്തോടെ ഫെലിക്സ് അന്നയെ നോക്കി പറഞ്ഞ വാക്കുകൾ അവളിൽ സംശയമുളവാക്കി. ജോർജ് മാമൻ്റെയും അലീനയുടെയും നാടകത്തിൽ ഇതൊന്നും അറിയാത്തൊരു വില്ലൻ്റെ വേഷം മിലേഷ് എന്ന പേരിൽ വലിച്ചിഴക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ അതൊന്നും അന്ന അറിഞ്ഞിരുന്നില്ല. അതായിരുന്നു മറ്റൊരു സത്യം. സർ, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. തികട്ടി വന്ന സങ്കടങ്ങൾ മനസ്സിലൊതുക്കി അവൾ ഇടറിയ സ്വരത്തിൽ പറഞ്ഞു. സൂക്ഷിച്ച് സംസാരിച്ചില്ല നീ എന്തുണ്ടാക്കും? ഫെലിക്സ് കോപത്താൽ വിറച്ചുകൊണ്ട് കസേരയിൽ നിന്ന് എഴുന്നേറ്റ് മേശമേൽ ശക്തിയായി അടിച്ചു. ആ അടിയുടെ ശക്തിയിൽ മേശമേലിരുന്ന ഫ്ലവർ വെയ്സുകളും പെൻ ഹോൾഡറുമൊക്കെ നിലത്ത് വീണുടഞ്ഞു. അന്ന ഒരു നിമിഷം ഭയത്തോടെ പിന്നിലേക്ക് മാറി. പക്ഷേ എന്തുതന്നെ ആയാലും അയാൾക്ക് മുന്നിൽ ഇനി തോൽക്കാൻ അവൾക്ക് മനസ്സില്ലായിരുന്നു. തുടരും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.